Hi everyone, this is Jebin Say from Evika. അങ്ങനെ നമ്മുടെ iOS 18.3 ബീറ്റ 1 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ ഒരു ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത്. 6.38 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഇതേപോലെ 6 to 7 GB വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS, macOS, tvOS എന്നിങ്ങനെ എല്ലാ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബെൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ ഓപ്ഷൻ എടുത്ത് എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.3 22D5034E എന്ന നമുക്ക് ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള iOS 18.3 ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഒരു മോഡേൺ ഫേംവെയർ അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ ഏറ്റവും ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് ഐഫോൺ 16 സീരീസിൽ വന്ന ക്യാമറ കൺട്രോളിലാണ്. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ആക്സസിബിലിറ്റി ഓപ്ഷൻ എടുത്ത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫിസിക്കൽ ആൻഡ് മോട്ടറിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ടാകും. ഐഫോൺ 16 ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പുതിയ ഡാർക്ക് മോഡ് ഐക്കണാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ച്. അതേപോലെ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോറിലാണ്. നേരെ ആപ്പ് സ്റ്റോർ എടുക്കാം. ഐഫോൺ 11 ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ ഇനി മുതൽ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് അനുസരിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു കാർ റേസിങ്ങോ അല്ലെങ്കിൽ ബൈക്ക് റേസിങ്ങോ ഫുട്ബോളോ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും. അഡീഷണലി ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ഇപ്പോഴും ബാറ്ററി ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ ആപ്പിൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അതായത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇത്ര നേരത്തിനുള്ളിൽ തിരിച്ച് നമ്മുടെ ഫുൾ ചാർജ് ആകും എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു പ്രോംപ്റ്റ് ഇപ്പോഴും നമ്മുടെ ഐഫോണിൽ വന്നിട്ടില്ല. മാക്ബുക്കിലേക്ക് ഓൾറെഡി ആ ഒരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ മിക്കവാറും iOS 18.4 വരാനുള്ള ചാൻസ്. അതെന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ അവസാനം പറയാം. സോ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഹോം ഹബിൽ ഇനി മുതൽ നമുക്ക് വാക്യൂം ക്ലീനർ അഥവാ നമ്മുടെ ഈ പറഞ്ഞ മാറ്റർ ആക്സസറീസിൽ വർക്ക് ചെയ്യുന്ന വാക്യൂം ക്ലീനർ ഇനി മുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ആപ്പിളിൻ്റെ iOS 18.3 റിലീസ് ചെയ്തപ്പോൾ അവരുടെ WWDCയിൽ കാണിച്ച ഒരു ഓപ്ഷനാണ് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ആ ഒരു മാറ്റം iOS 18.3 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വന്നൊരു മേജർ മാറ്റമാണ് EUവിൽ നമുക്ക് ഇത്ര നാളായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിലിൽ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാ ഐഫോണിലും ഐപാഡിലും റോൾ ഔട്ട് ചെയ്യുന്നതാണ് ആപ്പിൾ പറയുന്നത്. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും iOS 18.4 എന്ന് പറഞ്ഞ സമയത്തായിരിക്കും ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് EUവിൽ റോൾ ഔട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന iOS 18.4 ഇനി മേജർ അപ്ഡേറ്റുകൾ വരാനുള്ള ചാൻസ്. കാരണം യൂഷ്വലി ആപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ iOS 18.2 iOS 18.4 എന്നിങ്ങനെ വരുന്ന അപ്ഡേഷനിലായിരിക്കും മേജർ അപ്ഡേറ്റ്സ് കൊണ്ടുവരാറ്. 17.2 16.2 അങ്ങനെ ഉണ്ടാകുന്ന 2 and 4 കൂടുതൽ മേജർ അപ്ഡേറ്റ്സ് ആപ്പിൾ കൊണ്ടുവരാറ്. iOS 18.2 തന്നെ കുറേയധികം മേജർ അപ്ഡേറ്റ്സ് ആണ് ആപ്പിൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണുക. സോ ഇനി iOS 18.3 നമുക്ക് മേജറായ ഒരു ഫണ്ടമെൻ്റൽ മാറ്റങ്ങളായിരിക്കില്ല വരാൻ പോകുന്നത്. അതിനു പകരം കുറേയധികം ബഗ് ഫിക്സസും അതേപോലുള്ള സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സും ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. മാറ്റങ്ങളുണ്ടാവും, എന്നാലും ഒരു മേജർ മാറ്റങ്ങൾ ഈ 18.3 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇനി ഈ iOS 18.3 വന്ന പുതിയ റിലീസ് നോട്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ ഓരോ റിലീസ് നോട്ടിലും നമുക്ക് കുറച്ചധികം ബഗ് ഫിക്സസ് മാത്രമാണ് വന്നിരിക്കുന്നത്. റൈറ്റിംഗ് ടൂളിലും അതേപോലെ ജെമോജിലൊക്കെയാണ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി iOS 18.3 ബീറ്റ 2 ഒഫീഷ്യൽ അപ്ഡേഷനും എന്നാന്ന് ചോദിച്ചാൽ മിക്കവാറും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം ഇനി നിങ്ങൾക്ക് ബീറ്റ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം പിന്നെ ക്രിസ്മസ് വീക്കും ന്യൂ ഇയർ വീക്കും ആയതുകൊണ്ട് തന്നെ എല്ലാ ആപ്പിൾ എംപ്ലോയീസിനും ഓഫായിരിക്കും. ഇനി എൻ്റെ പ്രോബബിലിറ്റി അനുസരിച്ച് ജാനുവരി ഒന്നെങ്കിൽ ഏർലി 6th അല്ലെങ്കിൽ ലേറ്റ് 30th ഈ പറയുന്ന iOS 18.3 പുതിയ ബീറ്റ ലഭിക്കാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ
അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ ലേറ്റ് ജാനുവരി അല്ലെങ്കിൽ ഏർലി ഫെബ്രുവരി. ഈ 2 മന്തിൽ ഏതെങ്കിലും ഒരു അവസാനം തുടക്കവുമായിട്ടായിരിക്കും iOS 18.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. അതിനുശേഷം ഫെബ്രുവരിയിലായിരിക്കും നമുക്ക് iOS 18.4ൻ്റെ പുതിയ ബേറ്റയും വരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.3ൻ്റെ പ്രൊഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ അപ്ഡേഷനിൽ കുറേയധികം കാര്യങ്ങളും ഫണ്ടമെൻ്റലായ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും സോഫ്റ്റ്വെയർ മാറ്റങ്ങളും വരുമ്പോൾ സ്പോട്ടിൽ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ നിങ്ങളെ തേടിത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evica.